Hi, good morning all. Today we will discuss about different types of machine tools. What is a machine tool? Machine tool is actually a machine used to get the required shape and size to a workpiece by removing metal from it. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു സൈസിലേക്കും ഷേപ്പിലേക്കും ഒരു വർക്ക് പീസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ വർക്ക് പീസിൻ്റെ മേലെ നിന്ന് ചെറിയ ചെറിയ ചിപ്പുകളായിട്ട് ചെറിയ പാളികളായിട്ട് ചെറിയ ചിപ്പുകളായിട്ട് മെറ്റൽ റിമൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മെറ്റൽ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്കും സൈസിലേക്കും ആ വർക്ക് പീസിനെ എത്തിക്കാൻ പറ്റും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനെയാണ് പ്രൊഡക്ഷൻ മെഷീൻ ഓർ മെഷീൻ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു മെഷീൻ ടൂളാണ്, ഒരു എക്സാമ്പിളാണ് ലെയ്ത്ത് എന്നുള്ളത്. കാരണം ലെയ്ത്തിൽ നമ്മളൊരു വർക്ക് പീസ് വെച്ച് കഴിഞ്ഞ് അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു ടൂള് കൊണ്ട് അതിൻ്റെ പെരിഫറിയിൽ നിന്ന് ചിപ്സായിട്ട് മെറ്റൽ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്കും സൈസിലേക്കും ആ വർക്ക് പീസിനെ എത്തിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു മെഷീൻ ടൂളിൻ്റെ ഒരു എക്സാമ്പിളാണ്, അതിൻ്റെ വർക്കാണ് ആ കാണുന്നത്. ദിസ് ഇസ് ദ ഫോട്ടോ ഓഫ് എ മെഷീൻ ടൂൾ ആൻഡ് സി ദിസ് ഇസ് അനദർ ഫോട്ടോ. ദിസ് ഇസ് എ ലെയ്ത്ത്, എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ മെഷീൻ ടൂൾ. നൗ എങ്ങനെയാണ് ലെയ്ത്ത് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ? നമ്മൾ പറഞ്ഞു ലെയ്ത്ത് എന്നുള്ളത് ഈസ് എ മോസ്റ്റ് ജനറൽ പേർപ്പസ് മെഷീൻ ടൂൾ ഫോർ പ്രൊഡ്യൂസിങ് സർഫസ് ഓഫ് റെവല്യൂഷൻ. ലെയ്ത്തിൽ പല പ്രൊവിഷൻസും ഉണ്ട്. നമുക്ക് വർക്ക് പീസ് അതിനകത്ത് ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ടൂള് അതിനകത്ത് ഫിക്സ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അങ്ങനെ പല പ്രൊവിഷൻസും അതിനകത്തുണ്ട്. ലെയ്ത്ത് ഹാസ് ബിക്കം സോ പോപ്പുലർ ബിക്കോസ് ഓഫ് ഇറ്റ്സ് വേഴ്സിറ്റാലിറ്റി എന്ന് പറയാൻ പറ്റും. പല പല വർക്കുകൾ അതിൻ്റെ മേലെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും കോമൺ ആയിട്ട് ജനറൽ പേർപ്പസിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. The main function of a lathe is to provide suitable means to hold a workpiece and to rotate it about an axis. Then, a cutting tool is fit either parallel or perpendicular to the axis of the work. ഒരു ലെയ്ത്തിൽ നമ്മളൊരു വർക്ക് പീസ് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് പീസ് ലെയ്ത്തിൽ വെക്കുന്ന ആ ഒരു ഭാഗത്തെ, അതിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ ചക്ക് എന്നാണ് പറയുക. ആ ചക്കിനകത്തേക്കാണ് വർക്ക് പീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടൂൾ ഫിക്സ് ആക്കും. എന്നിട്ട് ആ ടൂള് ഈ വർക്ക് പീസിൻ്റെ മേലെ ടച്ച് ചെയ്തിട്ട് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്നത് ഒന്നുകിൽ വർക്ക് പീസിൻ്റെ ആക്സിസിന് പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ആൻ എക്സാമ്പിൾ, സീ ദിസ് പിക്ചർ. ഇതിനകത്ത് വർക്ക് പീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, ടൂളും. ഇനി എങ്ങനെയാണ് ഈ ടൂളിൻ്റെ മൂവ്മെൻറ്റ്? ടൂള് നമുക്ക് ഇപ്പോൾ ഈ കേസാണെങ്കിൽ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ ഫോട്ടോയിലും വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നു, ടൂള് മൂവ് ചെയ്ത് കൊടുക്കണം. ടൂള് മൂവ് ചെയ്യുന്നത് ഒന്നുകിൽ പാരലൽ ടു ആക്സിസ്. നിങ്ങളൊന്ന് നോക്കുക, ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന ആ വർക്ക് പീസിൻ്റെ ആക്സിസിന് പാരലായിട്ട് ടൂള് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, അങ്ങനെ മൂവ് ചെയ്യേണ്ടി വരും. ഈ സ്ക്രീൻ വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് എന്ന് പറഞ്ഞാലോ, വർക്ക് പീസിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീനിന് പെർപെൻഡിക്കുലർ എന്ന് വിചാരിക്കേണ്ടി വരും. അതായത് ആ വർക്ക് പീസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഒരു ഫേസ് നമുക്ക് ക്ലീൻ ചെയ്യാനേ പറ്റുള്ളൂ. ഫേസിൽ നിന്ന് മെറ്റൽ റിമൂവ് ചെയ്യാനേ പറ്റുള്ളൂ. അതേസമയം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എന്നുള്ള രൂപത്തിൽ പാരലൽ ടു ദ ആക്സിസ് മൂവ് ചെയ്യുകയാണെങ്കിൽ പെരിഫറിയിൽ നിന്ന് മുഴുവനായിട്ട് മെറ്റൽ റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് സർഫസ് ഓഫ് റെവല്യൂഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ കാരണം. സോ പറഞ്ഞുകൊണ്ടത്, ആദ്യം നമ്മൾ വർക്ക് പീസ് ഹോൾഡ് ചെയ്യും, ഈ കട്ടിംഗ് ടൂളിനകത്ത് ഈ ലെയ്ത്തിനകത്ത് ഹോൾഡ് ചെയ്യും. അതിനുശേഷം കട്ടിംഗ് ടൂള് എയ്തർ പാരലൽ ഓർ പെർപെൻഡിക്കുലർ ആയിട്ട് ഫീഡ് ചെയ്യും. This tool removes material from the rotating work to give required size and shape. ഇനി ടൂൾ മൂവ് ചെയ്യുന്നത് പാരലൽ ടു ദ ആക്സിസ് ആണെങ്കിൽ then a cylindrical surface is produced, and if the tool is moved perpendicular to the axis, then a flat surface on the face is produced. നിങ്ങൾ ഈ കാണുന്നതാണ് ലെയ്ത്ത്. ലെയ്ത്തിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്
ലെയ്ത്തിനൊരു ബെഡ് ഉണ്ടായിരിക്കും, ഒരു ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക് അതെല്ലാം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരേജ്, ലെയ്ത്ത് സെൻറ്റേഴ്സ്, ടൂൾ പോസ്റ്റ്, ലീഡ് സ്ക്രൂ, അതുപോലെ തന്നെ ഫീഡ് മെക്കാനിസം. ഇത്രയും കാര്യങ്ങൾ ലെയ്ത്തിനുണ്ടായിരിക്കും. എന്താണ് ബെഡ് എന്ന് പറഞ്ഞാൽ? ദ ലെയ്ത്ത് ബെഡ് ഫോംസ് ഇറ്റ്സ് ബോഡി സ്ട്രക്ചർ ആൻഡ് ഈസ് സപ്പോർട്ടഡ് അറ്റ് കൺവീനിയൻറ്റ് ഹൈറ്റ്. ഇതിൻ്റെ മുഴുവൻ ആ ബോഡിയെയും സപ്പോർട്ട് ചെയ്യുന്ന ശരിക്കും അതിൻ്റെ ബോഡി സ്ട്രക്ചർ ഒന്നിച്ച് പറയുമ്പോൾ അത് ബെഡാണ്. ആ ബെഡിൻ്റെ മേലെയാണ് ബാക്കി എല്ലാ സാധനങ്ങളും കയറ്റി വെച്ചിരിക്കുന്നത്. സോ ബെഡാണ് അതിൻ്റെ ഹെഡ് സ്റ്റോക്കിനെയും ടെയിൽ സ്റ്റോക്കിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ബെഡാണ്. ബെഡിൻ്റെ മേലെ കയറ്റിയിട്ടാണ് ബാക്കി എല്ലാ എക്യുപ്മെൻറ്റും വെച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. സോ ബെഡ് ഈസ് ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഓർ ബോഡി സ്ട്രക്ചർ യു ക്യാൻ സേ. അതിൻ്റെ മേലെയാണ് ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും കാരേജും എല്ലാം അതിൻ്റെ മേലെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ ബെഡ് ആൾസോ പ്രൊവൈഡ്സ് ദ റിക്വയർഡ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി ടു ദ മെഷീൻ. ദെൻ എന്താണ് ഹെഡ് സ്റ്റോക്ക്? ഹെഡ് സ്റ്റോക്ക് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. ഹെഡ് സ്റ്റോക്ക് അതിൻ്റെ ഈ ലെയ്ത്തിൻ്റെ ഒരു എൻഡിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അത് പെർമനൻറ്റ് സ്ട്രക്ചറാണ് ആൻഡ് ഈസ് പെർമനൻ്റ്ലി സെക്യൂർഡ് എന്ന് പറയാൻ പറ്റും. അവിടെ നമുക്ക് ഉറപ്പിച്ചതാണത്. ഹെഡ് സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഗിയർ ബോക്സ് അതിനകത്താണ് വരിക. ഗിയർ ബോക്സ് എന്നുള്ളത് ഇതിൻ്റെ ഈ ലെയ്ത്തിൻ്റെ ചക്കെല്ലാം കറങ്ങുന്ന, സ്പിൻഡിൽ കറങ്ങുന്ന സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. സോ ഹെഡ് സ്റ്റോക്കിനകത്ത് ഗിയർ ബോക്സ് ഉണ്ടായിരിക്കും. ഈ ഹെഡ് സ്റ്റോക്കിൻ്റെ മേലെ തന്നെയാണ് ചക്കും കാര്യങ്ങളെല്ലാം ഘടിപ്പിക്കുക. ദെൻ നേരെ ഓപ്പോസിറ്റ് എൻഡിൽ, ലെയ്ത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻഡിൽ ടെയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ഹെഡ് സ്റ്റോക്കും മറ്റേ എൻഡിൽ ടെയിൽ സ്റ്റോക്കും ഉണ്ടായിരിക്കുക. ടെയിൽ സ്റ്റോക്ക് ഈസ് മൗണ്ടഡ് ഓൺ ദ ബെഡ് അറ്റ് ദ റൈറ്റ് ആൻഡ് യു ക്യാൻ സേ ഇഫ് യു സീ ദ ഫിഗർ. ആ റൈറ്റ് എൻഡിൽ കാണുന്ന ആ മൗണ്ട് ചെയ്തിരിക്കുന്നതാണ് ടെയിൽ സ്റ്റോക്ക്. ഇറ്റ് സപ്പോർട്ട്സ് വൺ എൻഡ് ഓഫ് ദി വർക്ക് പീസ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വർക്ക് പീസ് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ചക്കിലായിരിക്കും, ടെയിൽ സ്റ്റോക്കിൻ്റെ ഭാഗത്തായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. അതേ വർക്ക് പീസിൻ്റെ മറ്റേ എൻഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെയിൽ സ്റ്റോക്ക് ഉപയോഗിക്കും. ഇറ്റ് ആൾസോ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് എ ടൂൾ ഫോർ പെർഫോമിംഗ് ഓപ്പറേഷൻ സച്ച് ആസ് ഡ്രില്ലിംഗ്, റീമിംഗ് എക്സ്ട്രാ. സാധാരണ നമ്മൾ ഒരു വർക്ക് പീസിന് അകത്ത് ഒരു ഭാഗത്ത് നിന്ന് ഹോൾഡ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ടൂൾ ഫിറ്റ് ചെയ്യാനും ഇതേ ടെയിൽ സ്റ്റോക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം. ദെൻ മറ്റൊന്നാണ് കാരേജ്. കാരേജ് എന്ന് പറയുന്നത് അതിനൊരുപാട് ഭാഗങ്ങളുണ്ട്. ടൂളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ടൂൾ ഒന്നിച്ച് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരേജാണ് ഉപയോഗിക്കുക. കാരേജ് മൂവ് ചെയ്യുമ്പോൾ കാരേജിൻ്റെ മുകളിൽ ഫിറ്റാക്കിയിട്ടിരിക്കുന്ന ടൂൾ പോസ്റ്റ് മൂവ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ടൂളിനെ മൂവ് ചെയ്യിപ്പിക്കാറുള്ളത്. ദെൻ ലെയ്ത്ത് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലൈവ് സെൻറ്ററും ഒരു ഡെഡ് സെൻറ്ററുമാണ് പറയുക. ലെയ്ത്തിൻ്റെ രണ്ട് സെൻറ്റേഴ്സായിട്ട് ലെയ്ത്ത് സെൻറ്റേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ഒരു ഭാഗം നമ്മൾ വർക്ക് പീസ് വെച്ചിരിക്കുന്ന കറങ്ങുന്ന ഭാഗമാണ്, ദാറ്റ് ഈസ് ദ ലൈവ് സെൻറ്റർ. എന്നാൽ മറ്റേ ഭാഗം ടെയിൽ സ്റ്റോക്കിൻ്റെ ഭാഗം സപ്പോർട്ടിംഗ് എൻഡാണ്, അവിടെ നമ്മൾ ഡെഡ് സെൻറ്റർ എന്നാണ് പറയുക. ദെൻ ടൂൾ പോസ്റ്റ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, കാരേജിൻ്റെ മേലെയാണ് ടൂൾ പോസ്റ്റ് വെച്ചിട്ടുണ്ടാവുക. ടൂൾ പോസ്റ്റ് ഇസ് മൗണ്ടഡ് ഓൺ ദി കാരേജ്. ഇറ്റ് ഹോൾഡ്സ് ദ കട്ടിംഗ് ടൂൾ ആൻഡ് enables the cutting tool to be adjacent to a convenient working position. ദെൻ ലീഡ് സ്ക്രൂ ഉണ്ട്. ലീഡ് സ്ക്രൂ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ആ ലീഡ് സ്ക്രൂവിൻ്റെ മേലെ കൂടെയാണ് കാരേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അപ്പം ആ കാരേജിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂ ആണ് ലീഡ് സ്ക്രൂ. സോ ഇറ്റ് ഈസ് എ ലോങ് ത്രെഡഡ് ഷാഫ്റ്റ് എന്ന് പറയാം, വിച്ച് ഈസ് ബ്രോട്ട് ഇൻ ടു ആക്ഷൻ ഓൺലി വെൻ ത്രെഡ്സ് ഹാവ് ടു ബി കട്ട്. സാധാരണ ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അതിൻ്റെ ഒരു ആക്ഷൻ എടുക്കാറുള്ളത്. അതിൻ്റെ ആ റൊട്ടേഷൻ എടുക്കാറുള്ളത് ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്താണ് അതിനെ ഉപയോഗിക്കാറുള്ളത്. ദ റൊട്ടേഷൻ ഓഫ് ദി ലീഡ് സ്ക്രൂ ഈസ് യൂസ്ഡ് ടു മൂവ് ദ ടൂൾ അലോങ് ദ വർക്ക് ടു പ്രൊഡ്യൂസ് എ സ്ക്രൂ ത്രെഡ് എന്ന് പറയാം. ദെൻ ഫീഡ് മെക്കാനിസം. ഫീഡ് മെക്കാനിസം എന്ന് പറയുന്നത് എത്ര ഡെപ്ത് നമ്മൾ കൊടുക്കും. ഇപ്പോൾ കട്ടിങ്ങിന് ഇപ്പോൾ അതിൻ്റെ നമ്മുടെ വർക്ക് പീസിൻ്റെ മേലെ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എത്ര ആണ് നമ്മൾ ഉപയോഗിക്കുന്ന, എത്ര ഡെപ്തിലേക്കാണ് ടൂൾ കൊടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കണമല്ലോ. അതാണ് ഫീഡ് മെക്കാനിസം. സോ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ടൂൾ റിലേറ്റീവ് ടു ദ വർക്ക് പീസ് ഈസ് ടേംഡ് ആസ് എ ഫീഡ്. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളത് മൂവ് ചെയ്യുന്നത്. ദ ലെയ്ത്ത് ടൂൾ ക്യാൻ ബി ഗിവൺ 3 types ഓഫ് ഫീഡ്: ലോഞ്ചിറ്റ്യൂഡിനൽ, ക്രോസ് ആൻഡ് ആംഗുലാർ. When the tool is moved parallel to the axis of rotation of the workpiece, the movement is called longitudinal feed. നമ്മൾ ടൂള് മൂവ് ചെയ്യുന്നത്
വർക്ക് പീസിൻ്റെ ആക്സിസിന് പാരലാണെങ്കിൽ ആ ഫീഡിനെ പറയുന്ന പേര് ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ് എന്നാണ്. When the tool is moved perpendicular to the axis of the rotation of the workpiece, the movement is called cross feed. അതേസമയം നമ്മൾ വർക്ക് പീസ് ടൂള് മൂവ് ചെയ്യുന്നത് വർക്ക് പീസിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ഫീഡിനെ ക്രോസ് ഫീഡ് എന്ന് പറയും. അതേസമയം when the tool is moved at an angle to the axis of rotation of the workpiece, then the feed is called angular feed. നമ്മൾ കൊടുക്കുന്ന ഫീഡ് അല്ലെങ്കിൽ ടൂള് നമ്മൾ പിടിച്ചിരിക്കുന്നത് വർക്ക് പീസിൻ്റെ ആക്സിസിന് അറ്റ് എൻ ആംഗിൾ ആണെങ്കിൽ, ഇൻക്ലൈൻഡ് ആണെങ്കിൽ, ദെൻ ദാറ്റ് ഫീഡ് ഈസ് കാൾഡ് ആംഗുലർ ഫീഡ്. ഇതാണ് വ്യത്യസ്ത ഫീഡ് മെക്കാനിസത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ലെയ്ത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലെയ്ത്തിന് പല പാർട്സുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ലെയ്ത്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ബൈ യൂസിങ് എ ലെയ്ത്ത്? പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ലെയ്ത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നത് നമ്പർ 1 ഈസ് ടേണിംഗ് ഓപ്പറേഷൻ. ടേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഫ്രം ദ പെരിഫറി ഓഫ് എ വർക്ക് പീസ് ടു ഒബ്റ്റെയിൻ എ സിലിണ്ട്രിക്കൽ സർഫസ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു വർക്ക് പീസിനെ സിലിണ്ട്രിക്കൽ ഷേപ്പിലേക്ക് മാറ്റണം വിചാരിക്കുക. അങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെരിഫറിയിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ മെറ്റൽ റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വർക്ക് പീസ് നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഈ ലെയ്ത്തിൻ്റെ ഹോൾഡറിൽ ചക്കിൽ വെക്കും. ഹെഡ് സ്റ്റോക്കിലുള്ള ചക്കിൽ നമ്മളിത് കൊണ്ടുപോയി വെക്കും, ഫിക്സ് ആക്കും. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ടൂള് അതിൻ്റെ മേലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ തന്നിരിക്കുന്ന വർക്ക് പീസിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ മെറ്റൽ റിമൂവ് ആവും ചിപ്സിൻ്റെ രൂപത്തിൽ. അങ്ങനെ നമുക്ക് ഒരു സിലിണ്ട്രിക്കൽ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഒരു ഓപ്പറേഷനാണ്. സീ ദ ആനിമേഷൻ. ഈ ആനിമേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ലെയ്ത്തിൽ വർക്ക് പീസ് വെച്ചിരിക്കുന്നത്. ആ ബ്ലൂ കളറിൽ കാണുന്നത് വർക്ക് പീസാണ്. പിന്നീട് മൂവ് ചെയ്യുന്നത് കാരേജ്, അതിൻ്റെ മുകളിൽ ടൂൾ പോസ്റ്റ്. ടൂള് നമുക്ക് കാണുന്നില്ല, പക്ഷേ ആ ടൂളാണ് കട്ട് ചെയ്യുന്നത്. ടെയിൽ സ്റ്റോക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെയിൽ സ്റ്റോക്ക് നോക്കൂ, ആ ഒരു വർക്ക് പീസിൻ്റെ ഒരു എൻഡ് ടെയിൽ സ്റ്റോക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ടൂള് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലൂ കളർ മാറുന്നത് കണ്ടില്ലേ? അപ്പോൾ ആ ബ്ലൂ കളർ എന്ന് പറയുന്നത് അതിൻ്റെ പെരിഫറിയിൽ നിന്ന് മെറ്റൽ റിമൂവ് ചെയ്യാണ്. ആ മെറ്റൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിലിണ്ട്രിക്കൽ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷനിലേക്ക്, സൈസിലേക്ക് ആ തന്നിരിക്കുന്ന വർക്ക് പീസിനെ കൊണ്ടുപോകാൻ പറ്റും. സോ ദിസ് ഈസ് ദ ടേണിംഗ് ഓപ്പറേഷൻ. ടേണിംഗ് ഓപ്പറേഷൻ്റെ പ്രൊസീജിയർ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടേണിംഗ് പ്രൊസീജിയർ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ഏറ്റവും ആദ്യമായിട്ട് തന്നിരിക്കുന്ന വർക്ക് പീസിനെ ലെയ്ത്തിൽ ചക്കിൽ വെക്കുക. ലെയ്ത്തിൻ്റെ ഹെഡ് സ്റ്റോക്കിലുള്ള ചക്കിൽ അതിനെ ഫിക്സ് ആക്കുക. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുക, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം തന്നിരിക്കുന്ന വർക്ക് പീസിൻ്റെ ഒരു എൻഡ്, ആ ഫ്രീ ആയിട്ട് നിൽക്കുന്ന എൻഡ്, ചക്കിലേക്ക് കൊടുക്കാത്ത മറ്റേ എൻഡ് ഉണ്ടാവില്ലേ, ആ എൻഡ് ഫേസ് ചെയ്യുക എന്ന് പറയും. ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറായിട്ട് ടൂള് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസ്, ആ ഭാഗം ഫ്ലാറ്റായി കിട്ടും. അങ്ങനെ ആ തരത്തിൽ അതിനെ ഫ്ലാറ്റാക്കുക. അതിനുശേഷം ഒരു ഡ്രിൽ ബിറ്റ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഡ്രിൽ ബിറ്റ്. ആ ഡ്രിൽ ബിറ്റ് ടെയിൽ സ്റ്റോക്കിൽ കൊണ്ടുപോയി ഫിക്സ് ആക്കുക. അപ്പോൾ ടെയിൽ സ്റ്റോക്കിലുള്ള ഡെഡ് സെൻറ്റർ എടുത്ത് മാറ്റി അവിടെ ഈ ടൂള് ഫിക്സ് ചെയ്യും. അതിനുശേഷം ടെയിൽ സ്റ്റോക്ക് നേരെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ടെയിൽ സ്റ്റോക്കിലുള്ള ഡ്രിൽ ബിറ്റ് നേരെ കൊണ്ടുവന്ന് ഈ വർക്ക് പീസിൻ്റെ ആ ഫ്ലാറ്റ് ചെയ്ത സർഫസിൻ്റെ മേലെ ടച്ച് ചെയ്താൽ, സെൻറ്റർ ഭാഗത്ത് ടച്ച് ചെയ്താൽ അവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടാകും. അങ്ങനെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക. അവിടെ കൂടുതൽ വലിയ ഹോൾ വേണ്ട, വലിയ ഡെപ്ത് വേണ്ട, ചെറുതായിട്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡെഡ് സെൻറ്ററിൻ്റെ ആ ഷാർപ്പ് എഡ്ജ് ഉണ്ടല്ലോ, ആ ഭാഗം അങ്ങോട്ട് അതിനകത്തേക്ക് കയറ്റി വെക്കാനാണ്. എന്നാലേ അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ചെറിയൊരു ഡ്രില്ല് കൊടുക്കുന്നത്, ചെറിയൊരു ഹോൾ കൊടുക്കുന്നത്. ഹോളല്ല, ചെറിയൊരു ഡ്രില്ലാക്കിയിട്ട് അവിടെ ഒരു ചെറിയൊരു പിറ്റ് അവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഡ്രിൽ ബിറ്റ് റിമൂവ് ചെയ്യുക. ടെയിൽ സ്റ്റോക്ക് പഴയ രൂപത്തിൽ തന്നെ ഫിക്സ് ആക്കുക, ഡെഡ് സെൻറ്റർ അവിടെ ഫിക്സ് ചെയ്യാം. അതിനുശേഷം ഈ വർക്ക് പീസ് ചക്കിൻ്റെയും ഡെഡ് സെൻറ്ററേയും ഇടയിൽ സപ്പോർട്ട് ചെയ്യുക. ഒരു ഭാഗത്ത് ഓൾറെഡി ചക്കിനകത്താണ് അതിരിക്കുന്നത്, മറ്റേ ഭാഗം ടെയിൽ സ്റ്റോക്കിൽ നമ്മളിപ്പോൾ ഫിക്സ് ആക്കിയിരിക്കുന്ന ഡെഡ് സെൻറ്റർ കൊണ്ടുവന്ന് വർക്ക് പീസിൻ്റെ മറ്റേ എൻഡിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ടെയിൽ സ്റ്റോക്കിൻ്റെയും
ഹെഡ് സ്റ്റോക്കിൻ്റെയും ഇടയിലായിട്ട് വർക്ക് പീസ് നിൽക്കുന്നത്. അതായത് ചക്കിൻ്റെയും ഡെഡ് സെൻറ്ററിൻ്റെയും ഇടയിൽ ഫിക്സ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഈ വർക്ക് പീസ്. ഈ സമയത്ത് ടൂൾ പോസ്റ്റിൽ ടൂള് ഫിക്സ് ആക്കുക. ടൂള് ഫിക്സ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ആക്സിസിൻ്റെ അതേ ഹൈറ്റിലായിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് സെൻറ്ററിലേക്ക് പോയിൻ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ടൂള് ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് എത്ര ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കണം, എത്ര ഫീഡ് കൊടുക്കണം, എത്ര ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കണം എന്ന് നോക്കുക. കൂടുതൽ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ടൂളിനും വർക്കിനും നല്ലത്. ചെറിയ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ സമയം കൂടുതലെടുക്കും, പക്ഷേ ഫിനിഷിങ് നന്നായിട്ട് കിട്ടും. സോ ഡെപ്ത് ഓഫ് കട്ട് തീരുമാനിക്കുക, എത്ര ഡെപ്തിലാണ് നമ്മൾ ഫീഡ് കൊടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. എന്നിട്ട് ദെൻ ദ ടൂൾ ഈസ് മൂവ്ഡ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദി റൊട്ടേറ്റിംഗ് വർക്ക്. പിന്നെ വീണ്ടും നമുക്ക് ഡയമീറ്റർ കുറക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ ഡെപ്ത് ഓഫ് കട്ട് ഒന്നുകൂടെ മാറ്റി കൊടുത്തിട്ട് കുറച്ചും കൂടെ കൊടുത്തതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുമ്പോഴും ചെറിയ രൂപത്തിൽ തിന്നായിട്ടുള്ള ചിപ്സ് പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് അതെത്തും. ഫോർ ദി ഫൈനൽ ഫിനിഷ് ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ മസ്റ്റ് ബി ഇൻക്രീസ്ഡ് ആൻഡ് ഫൈൻ ഡെപ്ത് ഓഫ് കട്ട് മസ്റ്റ് ബി ഗിവൺ. ഏറ്റവും അവസാനം ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെപ്ത് ഓഫ് കട്ട് വളരെ കുറച്ച് കൊടുത്തിട്ട് സ്പീഡ് നന്നായിട്ട് കൂട്ടി അത് വർക്ക് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഏറ്റവും ഫിനിഷിംഗ് ഉള്ള രൂപത്തിൽ അതിനെ കിട്ടും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടേപ്പർ ടേണിംഗ്. ടേപ്പർ ടേണിങ്ങും ലെയ്ത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ്. ഇപ്പോൾ ടേണിംഗ് ആണ് കഴിഞ്ഞത്, ടേപ്പർ ടേണിംഗ്. ടേപ്പർ ടേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ഒരു വർക്ക് പീസ് ഉണ്ടാക്കാൻ. സോ ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് എ കോണിക്കൽ സർഫസ് ബൈ ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ ദ ഡയമീറ്റർ. ചില സമയത്തൊക്കെ നമുക്ക് ടേപ്പർ ടേണിങ് ചെയ്യേണ്ടി വരും. അതിനുള്ള ചെയ്യാനുള്ള മെത്തേഡ്സ് പ്രധാനമായിട്ട് 3 എണ്ണമാണ്: ഫോമിംഗ് ടൂൾ മെത്തേഡ്, ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ് ആൻഡ് കോമ്പൗണ്ട് റസ്റ്റ് മെത്തേഡ്. ഫോമിംഗ് ടൂൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഉണ്ടല്ലോ, വർക്കിംഗ് ടൂൾ, ആ ടൂളിൻ്റെ ഷേപ്പ് തന്നെ ഒരു ഇൻക്ലൈൻ ഷേപ്പായിരിക്കും. അപ്പോൾ ആ ഒരു ചെരിഞ്ഞ കട്ടുള്ള ടൂൾ കൊണ്ടുപോയി ഒരു വർക്ക് പീസിൻ്റെ മേലെ ടച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വർക്ക് പീസിൻ്റെ മേലെ ആ ഷേപ്പ് വരും. അങ്ങനെ നമുക്ക് കോണിക്കൽ ഷേപ്പ് ഉണ്ടാക്കാം. അതാണ് ഒരു മെത്തേഡ്, ഫോമിംഗ് ടൂൾ മെത്തേഡ്. മറ്റൊരു മെത്തേഡ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ, മുകൾ ഭാഗത്ത് കാണുന്നത് പോലെ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡാണ്. സാധാരണഗതിയിൽ ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും ഒരേ ആക്സിസിൽ അല്ലെങ്കിൽ ഒരേ ഹൈറ്റിലാണ് ഉണ്ടാവുക. രണ്ടും സെൻറ്റർ ടു സെൻറ്റർ ആയിരിക്കും. എന്നാൽ ടെയിൽ സ്റ്റോക്ക് നമുക്കൊരല്പം ഓഫ്സെറ്റ് ചെയ്ത് വെക്കാം, കുറച്ച് മാറ്റി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഹെഡ് സ്റ്റോക്കിൻ്റെയും ടെയിൽ സ്റ്റോക്കിൻ്റെയും ഇടയിൽ വർക്ക് പീസ് വെക്കുമ്പോൾ അതൊരല്പം ചെരിഞ്ഞിട്ടാണ് നിൽക്കുക, അല്ലേ? അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന വർക്ക് പീസിൻ്റെ അടുത്തേക്ക് ടൂൾ കൊണ്ടുപോയി ടച്ച് ചെയ്താലോ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേലെ ഒരു കോണിക്കൽ ഷേപ്പായിരിക്കും വരിക. അതാണ് ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ്. ആൻഡ് ദ കോമ്പൗണ്ട് റസ്റ്റ് മെത്തേഡ് എന്നുള്ളത്, കോമ്പൗണ്ട് റസ്റ്റ് ഇറ്റ് സെൽഫ് എ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്. ആ കോമ്പൗണ്ട് റസ്റ്റ് എന്നുള്ളത് നമുക്ക് 360 ഡിഗ്രി ഒക്കെ തിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ട് റസ്റ്റ് എന്ന് പറയുന്നൊരു ഒരു പ്രത്യേക എക്യുപ്മെൻ്റ് ആണെന്ന് പറയാം. അതിൻ്റെ മേലെ ടൂൾ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ ടൂളിനെ തിരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ തിരിച്ചിട്ട് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ടേപ്പർ അതിൻ്റെ മേലെ കിട്ടും. അതുപോലെ തന്നെ ഈ ലെയ്ത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റ് വർക്കുകളാണ് ത്രെഡ് കട്ടിങ്, നേളിങ്, ഡ്രില്ലിങ്, ബോറിങ്, റീമിങ്. ത്രെഡ് കട്ടിങ് എന്ന് പറയുന്നത് ത്രെഡ് ഉണ്ടാക്കാം. ത്രെഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ലീഡ് സ്ക്രൂ നമ്മൾ ഉപയോഗിക്കും. ലീഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് അതിൽ കൃത്യമായിട്ട് എത്രയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ത്രെഡിന് എത്ര ഗ്യാപ്പ് വേണം, എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കും. അതിൻ്റെ പിച്ച് ഒക്കെ തീരുമാനിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ള ഫീഡാണ് കൊടുക്കുക. അപ്പോൾ വളരെ സ്ലോലി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത വർക്ക് പീസിൻ്റെ പെരിഫറിയിൽ ഒരു ത്രെഡ് രൂപപ്പെട്ടു വരും. ദെൻ നേളിങ് എന്ന് പറഞ്ഞാൽ പല എക്യുപ്മെൻറ്റിൻ്റെ മേലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റഫ് സർഫസ്. ചില ചിത്രപ്പണികൾ പോലെയുള്ള റഫ് സർഫസുകൾ ഉണ്ടാവും. നമുക്ക് പിടിക്കാൻ ഹോൾഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സ്പെഷ്യൽ ടൂളുണ്ട്, നേളിങ് ടൂളുണ്ട്. ആ നേളിങ് ടൂള് റൊട്ടേറ്റിംഗ് വീല് പോലെയാണ്. നമ്മുടെ വർക്ക് പീസിൻ്റെ മേലെ ഈ നേളിങ് ടൂൾ, ആ റൊട്ടേറ്റിംഗ് വീല് കൊണ്ടുപോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യും, നമ്മുടെ ടൂളിൻ്റെ ആ വീലും റൊട്ടേറ്റ് ചെയ്യും. ആ വീലിൻ്റെ മുകളിലാണ് ഈ ചിത്രപ്പണികളുള്ളത്. സോ ദാറ്റ് റൊട്ടേഷൻ വിൽ കോസ് ടു ദ നെയിലിംഗ് എഫക്റ്റ്. ദാറ്റ് ഈസ് ഈ വർക്ക് പീസിൻ്റെ മേലെ ഒരു ഏത് തരത്തിലുള്ള കൊത്തുപണികളാണോ ടൂളിൻ്റെ മുകളിലുള്ളത്, ആ ടൂളിൻ്റെ മുകളിലുള്ള കൊത്തുപണികൾ ഈ വർക്ക് പീസിൻ്റെ മേലേക്കും കിട്ടും. സോ ദാറ്റ് ഈസ് നെയിലിംഗ് ഓപ്പറേഷൻ. ദെൻ ഡ്രില്ലിംഗ്, യു നോ വാട്ട് ഈസ് ഡ്രില്ലിംഗ്? ഒരു ഹോൾ ഉണ്ടാക്കുന്നതിനെയാണ് ഡ്രില്ലിംഗ് എന്ന് പറയാം.
അതിനെന്താണ് ചെയ്യേണ്ടത് നമ്മൾ തുടക്കത്തിൽ നിന്ന് സൂചിപ്പിച്ചിരുന്നു. ടെയിൽ സ്റ്റോക്കിലുള്ള ഡെഡ് സെൻറ്റർ എടുത്ത് മാറ്റുക, അവിടെ ഡ്രിൽ ബിറ്റ് ഫിറ്റാക്കുക. അതിനുശേഷം ആ ഡ്രിൽ ബിറ്റ് നേരെ കൊണ്ടുപോയി വർക്ക് പീസിൻ്റെ എൻഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തൊരു ഹോളായിട്ട് വരും. അതാണ് ഡ്രില്ലിങ്. ബോറിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഹോള്, ഡ്രിൽ ബിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹോള്, ആ ഹോളിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുന്നതിനെയാണ് ബോറിങ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ സേ ബോറിങ് ഈസ് ദ എൻലാർജിങ് ഓഫ് ദി ഹോൾ ദാറ്റ് ഈസ് ഓൾറെഡി ക്രിയേറ്റഡ് ബൈ യൂസിങ് എ ഡ്രിൽ ബിറ്റ് എന്ന് പറയാൻ പറ്റും. അതിന് സ്പെഷ്യൽ ടൂളാണ് ഉപയോഗിക്കുക, ബോറിങ് ടൂളാണ് ഉപയോഗിക്കുക. ദെൻ റീമിങ് എന്ന് പറയുന്നതും ഏകദേശം ബോറിങ് പോലെ തന്നെയാണ്. റീമിങ് എന്ന് പറയുന്നത് ഫിനിഷിങ് എഫക്റ്റാണ് കിട്ടുക. അതായത് നമ്മൾ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തു, ആ ഹോളിൻ്റെ ഉൾഭാഗം ഒന്നും സ്മൂത്ത് ആയിരിക്കില്ല, ഫിനിഷിങ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഹോള് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഡെപ്തിൽ, വളരെ ചെറിയ ചിപ്സ് എടുത്ത് മാറ്റുന്ന രൂപത്തിൽ മെറ്റീരിയൽ റിമൂവൽ വളരെ നൈസായിരിക്കും. വളരെ നൈസായിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന രൂപത്തിൽ ഒരു റീമിങ് ടൂൾ ഉപയോഗിക്കും. ആ റീമിങ് ടൂൾ കൊണ്ട് നമ്മൾ അതിനകത്തേക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഹോളിനകത്തേക്ക് റീമിങ് ടൂൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോളൊന്ന് ഫിനിഷായി കിട്ടും. ഏറ്റവും നല്ല ഫിനിഷിങ്ങിൽ ആ ഹോള് കിട്ടും. ഇത്രയാണ് നമ്മൾ ലെയ്ത്തിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ. സോ ഇന്ന് നമ്മൾ മെഷീൻ ടൂൾ എന്താണെന്നും പഠിച്ചു. മെഷീൻ ടൂളിൽ ഏറ്റവും കൂടുതൽ ജനറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ലെയ്ത്താണെന്ന് മനസ്സിലാക്കി. ലെയ്ത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സുകൾ മനസ്സിലാക്കി. ലെയ്ത്ത് കൊണ്ട് ചെയ്യാവുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ലെയ്ത്ത് കൊണ്ട് ചെയ്യാവുന്ന വർക്കുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ടേണിങ് ഒരിക്കലും മറക്കരുത്. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ടേണിങ് ഒറ്റയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ലെയ്ത്തിൻ്റെ അപ്ലിക്കേഷൻ എന്നുള്ള രൂപത്തിൽ ചോദിക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്ലിക്കേഷൻസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ബൈ യൂസിങ് എ ലെയ്ത്ത് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ലെയ്ത്ത് ഈ ഒരു മോഡ്യൂളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ദിസ് ഇസ് എ മെഷീൻ ടൂൾ, വെരി ഇമ്പോർട്ടൻറ്റ് മെഷീൻ ടൂൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.